ഏറ്റവും റീസെൻ്റായി ഡിസ്കവർ ചെയ്ത എർത്ത് ലൈക്ക് എക്സോ പ്ലാനറ്റാണ് ഗ്ലീസ 12b. ഇതിൻ്റെ ഹോസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഗ്ലീസ 12 ആണ്. ഈ സ്റ്റാറിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് ഈ പ്ലാനറ്റ് ഉള്ളത്. അതിനാൽ ഇവിടെ ലിക്വിഡ് വാട്ടർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ശാസ്ത്രജ്ഞർ ഇവിടെ ജീവനുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എർത്തിൽ നിന്ന് 40 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ എക്സോ പ്ലാനറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഗ്ലീസ 12b എന്ന എർത്തിലേക്ക് എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത്. നാസയുടെ ടെസ് അഥവാ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ആണ് ഇതിന് ഉപയോഗിച്ചത്. ഈ എക്സോ പ്ലാനറ്റിൻ്റെ ഹോസ്റ്റ് സ്റ്റാറായ ഗ്ലീസ 12 ഒരു റെഡ് ഡ്വാർഫാണ്. റെഡ് ഡ്വാർഫ് സ്റ്റാർ എന്നാൽ നമ്മുടെ സണ്ണിനേക്കാളും വളരെ മാസ് കുറഞ്ഞ ചെറിയ സ്റ്റാർസാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും കൂടുതലുള്ളതും റെഡ് ഡ്വാർഫ് സ്റ്റാർസുകളാണ്. ഇതിൻ്റെ സ്മോളർ സൈസ് കാരണം ഈ സ്റ്റാർസ് വളരെ കുറച്ച് സർഫസ് ടെമ്പറേച്ചർ മാത്രമാണ് കാണത്തുള്ളൂ. റെഡ് ഡ്വാർഫ് സ്റ്റാറിൻ്റെ ലൈഫ് സ്പാൻ വളരെ ലോങ് ആയിരിക്കും. അതുപോലെ ഈ സ്റ്റാർസിൽ നിന്ന് വരുന്ന റേഡിയേഷനും വളരെ ലോ ആയിരിക്കും. സൂര്യനിൽ നിന്ന് എർത്തിന് ലഭിക്കുന്നതിനേക്കാൾ 1.6 മടങ്ങ് റേഡിയേഷൻ ഗ്ലീസ 12bക്ക് അതിൻ്റെ ഹോസ്റ്റ് സ്റ്റാറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്തെന്നാൽ ഗ്ലീസ 12 ഒരു ഇനാക്റ്റീവ് സ്റ്റാറാണ്. അതിനർത്ഥം ഇവിടെ നിന്നുള്ള സോളാർ റേഡിയേഷൻ ഗ്ലീസ 12b എന്ന പ്ലാനറ്റിൽ ജീവനുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കത്തില്ല. ഈ എക്സോ പ്ലാനറ്റ് അതിൻ്റെ ഹോസ്റ്റ് സ്റ്റാറിനെ ഒരു തവണ ചുറ്റി വരാൻ 12.8 ഡേയ്സ് എടുക്കും. അതിനർത്ഥം പ്ലാനറ്റ് സ്റ്റാർസിൻ്റെ അടുത്താണ് എന്നുള്ളതാണ്. ഓർബിറ്റൽ പീരീഡ് കുറവാണെങ്കിൽ അത് സ്റ്റാർസിനോട് അടുത്തായിരിക്കും, മറിച്ചാണെങ്കിൽ അകലെയും. ഈ എക്സോ പ്ലാനറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ വീനസിന് സമാനമാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ഒരു ദിവസത്തെ ലെങ്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഒരു ദിവസം 24 മണിക്കൂറിൽ കുറവായിരിക്കും. ഗ്ലീസ 12b എന്ന എക്സോ പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയാൻ കാരണം ഇവിടുത്തെ സർഫസ് ടെമ്പറേച്ചറാണ്. 42 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 107 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഇവിടുത്തെ നോർമൽ ടെമ്പറേച്ചർ. ഇത് ജീവന് വളരെ യോജിച്ച ടെമ്പറേച്ചറാണ്. നമ്മൾ കണ്ടെത്തിയ ഒരു എക്സോ പ്ലാനറ്റും ഇത്ര യോജിച്ച സർഫസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പ്ലാനറ്റിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെയുള്ള വാതകങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്ക് അജ്ഞാതമാണ്. ജെയിംസ് വെബ് പോലുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രത്തോട് വളരെ അടുത്തു നിൽക്കുന്നതിനാൽ ഇത് തീർച്ചയായും ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റാണ്. റോക്കി പ്ലാനറ്റ്സ് നക്ഷത്രത്തോട് അടുത്തും വാതക ഭീമന്മാരായിട്ടുള്ള പ്ലാനറ്റ്സ് നക്ഷത്രത്തിൽ നിന്ന് വളരെ അകലെയുമായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കാരണം സ്റ്റാർസിൽ നിന്നുള്ള റേഡിയേഷനും സോളാർ വിൻഡ് ഇവ കാരണം വാതകങ്ങളെ അതിനടുത്ത് അടിഞ്ഞുകൂടാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം 100 ബില്യൺ തൊട്ട് 400 ബില്യൺ വരെ എക്സോ പ്ലാനറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ 10 ബില്യൺ അല്ലെങ്കിൽ 1000 കോടി എർത്തിലേക്ക് പ്ലാനറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടെത്തിയ എക്സോ പ്ലാനറ്റുകൾ ആകെ 5000-നും 7000 ഇടയിൽ മാത്രമാണ്. അതിൽ തന്നെ 100-ൽ താഴെ മാത്രമാണ് എർത്തിലേക്ക് എക്സോ പ്ലാനറ്റുകൾ നമ്മൾ കണ്ടെത്തിയത്. ജീവൻ എന്നത് അത്രയും സാധ്യതയുള്ള കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതിനാലാണ് ശാസ്ത്രജ്ഞർ ഈ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഓർക്കുക, നമ്മൾ ആദ്യം അവരെ കണ്ടെത്തിയാൽ കുഴപ്പമില്ല. എന്നാൽ അവർ ആദ്യം നമ്മളെ കണ്ടെത്തിയാൽ അത് മനുഷ്യന് ആപത്താണ്.